ഇനി എൻ്റെ തോട്ടത്തിൽ ചീര നടാൻ സ്ഥലമില്ലെന്ന് ആരും പറയരുത്. അതുപോലെയുള്ളൊരു ഐഡിയ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അതും ഈ പൊന്നാങ്കണ്ണി ചീര, അത് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ആരും കളയരുത് കേട്ടോ. നല്ല ഗുണമുള്ള ചീരയാണ്. അപ്പോൾ വളരെ കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ പൊന്നാങ്കണ്ണി ചീര. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാനിവിടെ പൊന്നാങ്കണ്ണി നമ്മുടെ മുറ്റത്തും നട്ടിട്ടുണ്ട്, ടെറസിലും നട്ടിട്ടുണ്ട് കേട്ടോ. അത് കൂടാതെ തന്നെ ഇന്ന് വളരെ എളുപ്പത്തിലുള്ള ഒരു നടലാണ് കാണിക്കുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടുള്ള ഒരു ടവറാണ് കേട്ടോ ഇന്ന് പൊന്നാങ്കണ്ണി നടാൻ വേണ്ടിയിട്ട് ഞാൻ സെറ്റ് ചെയ്യണത്. അപ്പം നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന പൊന്നാങ്കണ്ണിക്ക് വെയിൽ കൊള്ളാത്തതുകൊണ്ട് തന്നെ ഒരു ഇത്തരം പച്ച കളറാണ് കേട്ടോ. ഇതാണെങ്കിൽ അത്ര അധികം നല്ലോണം പടർന്ന് വരണില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതിനൊക്കെ പറിച്ചിട്ട് ഒരു ടവറിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ ഇവിടുന്ന് പറിച്ചെടുത്തപ്പോൾ തന്നെ അത്യാവശ്യം കുറേ പൊന്നാങ്കണ്ണി ചീര കിട്ടിയിട്ടാണ്. അപ്പോൾ ഇത് നല്ല ഗുണമുള്ള ചീരയാണ്. എന്തൊക്കെയെന്ന് വഴിയെ പറയാം. അപ്പം നമുക്കൊക്കെ അറിയാം, ഞാൻ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് ഞാൻ ഇഞ്ചി നട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഇഞ്ചി നട്ട വീഡിയോ ആണ്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ. വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇടാം. അപ്പോൾ ഈ പൊന്നാങ്കണ്ണി ചീര, ഈ ഇഞ്ചി നടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ മുറിച്ചെടുത്തപ്പോൾ അതിൻ്റെ ടോപ്പ് ഭാഗം ഉണ്ടായിരുന്നില്ലേ, അത് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് കളയണ്ട എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതങ്ങനെ മാറ്റി വെച്ചതാണ്, സമയം വരട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഇഞ്ചി നട്ടേൻ്റെ നനച്ചു കൊടുക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇഞ്ചി മുളച്ച് വന്നിട്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ വലുതായിട്ട് നിൽക്കുന്നുണ്ട്. അത് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. നമ്മുടെ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്ലാസ്റ്റിക് ബോട്ടിൻ്റെ ടോപ്പ് ഭാഗം മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഒരു അടിപൊളി ടവറാണ് ഇന്ന് പ്ലാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ മുകൾ ഭാഗം മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അന്നൊരു 5-6 പ്ലാസ്റ്റിക് ബോട്ടിലാണ് കട്ട് ചെയ്തിട്ട് അതിലാണ് നമ്മൾ ഇഞ്ചി നട്ടത്. അപ്പോൾ ഇഞ്ചി നല്ലപോലെ പിടിച്ച് വന്നിട്ടുണ്ട്. അതിൽ ചീരയും നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് അതിൻ്റെ ടോപ്പ് ഭാഗം വെച്ചിട്ടാണ് ഒരു ടവർ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മുളവടിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് കമ്പി ഉണ്ടെങ്കിൽ കമ്പിയും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഈ ഓസ് ഉണ്ടെങ്കിൽ ഓസും PVC അതിനനുസരിച്ചിട്ട് ഇത് ഈ ടോപ്പ് ഭാഗമല്ലേ, ഈ മൂടിയുടെ ഭാഗം, അത് ഈ രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അതിന് അത്യാവശ്യം ഡ്രെയിനേജ് ഹോളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു വടിക്കനുസരിച്ചിട്ട് അതിൻ്റെ ആ സെൻറ്ററിലായിട്ട് ഇങ്ങനെ വലിയ വലിയ ദ്വാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു മുളവടിയിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കാൻ. ഇതിന് പകരം ഒരു PVC പൈപ്പായാലും കുഴപ്പമില്ല, നീളമുള്ള ഇതായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലൊരു സ്ട്രോങ് നല്ലൊരു മുളവടിയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ ഈ ഒരു ഭാഗമില്ല, ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കണം. ഈ ഒരു രീതിയാണ് ടവറിൻ്റെ സെറ്റിങ്സ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഇടയിൽ പല പരിപാടികളുണ്ട്. ഇതൊക്കെ നല്ലപോലെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ എന്താ പറയുക, കോർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കോർത്തെടുത്തപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. ഇനി നമുക്ക് ടെറസിൽ പോവാം. ടെറസിൽ പോയിട്ട് അവിടെയാണ് കേട്ടോ നമ്മൾ ചീര നടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ താഴത്തുനിന്ന് നമ്മൾ പൊന്നാങ്കണ്ണി ചീരൊക്കെ പറിച്ച് ഈ സംഭവങ്ങളൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇതിന് ഹോൾസൊക്കെ ഇട്ട് ഈ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ആയിട്ട് ടെറസിൻ്റെ പൊക്കത്ത് വന്ന് നിൽക്കുക കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഡപ്പ വേണം, അതിനും ഒരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതുപോലുള്ള മിനറൽ വാട്ടറിൻ്റെ കുപ്പികൾ വേണം കേട്ടോ. അത് ചെറുതാണ്, അപ്പോൾ അത് ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ ചീര, അപ്പോൾ ഈ വക സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ ഈ മഞ്ഞ ബോട്ടിലുള്ള ആ ഒരു ബോട്ടിലില്ലേ, അതിൽ മഞ്ഞ മൂടിയുള്ള ബോട്ടിൽ, അതിൽ ഞാൻ മണ്ണൊക്കെ നിറച്ചിട്ട് ഈ ഒരു എന്താ പറയുക മുളവടി അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടാണ്. എന്നിട്ടാണ് മണ്ണിട്ടത്. എന്നിട്ട് അതിനെ നന്നായിട്ട് മൂടിക്കൊടുത്ത്. അപ്പോൾ അത് അവിടെ ആ ഒരു മുളവടി അവിടെ ടൈറ്റായിട്ടിരുന്നത്. പിന്നെ നമ്മുടെ ഈ ഓരോ ചുവപ്പ് മൂടിയുള്ള ബോട്ടിൽ, അപ്പോൾ അത് നമുക്കിങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കാം. പക്ഷേ ഇതിങ്ങനെ നേരെ കറക്റ്റായിട്ട് നിൽക്കാനാണ് ആ ഒരു കുപ്പി ഉപയോഗിക്കുന്നത് കേട്ടോ. ഈ കുപ്പി കട്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ നടുവിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരു പിന്നെ ആ ഒരു പാത്രത്തിൻ്റെ മുകളിൽ ഈ ഒരു കുപ്പി അങ്ങനെ ആയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടുക. അപ്പോൾ ഇതൊരു 6 എണ്ണം ഉണ്ട് ഈ ഒരു കുപ്പിയുടെ അടപ്പ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഈ മിനറൽ ബാട്ടിലിൻ്റെ കുപ്പികളും 6 കുപ്പി എടുത്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇതേപോലെ ആദ്യം ഒരെണ്ണം ഇട്ട് കൊടുക്കുക, പിന്നെ ഒരു കുപ്പി ഇട്ട് കൊടുക്കുക, എന്നിട്ട് പിന്നെ അടുത്തത് വെച്ച് കൊടുക്കുക. അങ്ങനെ സെറ്റ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതുണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ നമ്മൾ ചീര നടുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പ്ലാന്റർ മതി. ഒരു വർഷം എന്നല്ല 10 വർഷത്തോളം നമുക്ക് ഇതിൽ നിന്ന് ചീര പറിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഈ ചീര എന്ന് പറഞ്ഞാൽ നുള്ളി എടുക്കുന്ന ഒരു ചീരയാണ് ഈ പൊന്നാങ്കണ്ണി. അപ്പം നമുക്ക് അതവിടെ നല്ല കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്ററിൽ നിന്ന് തന്നെ ആഴ്ചയിൽ എല്ലാ ദിവസവും നമുക്ക് ചീര പറിക്കാൻ പറ്റും. അത്രയ്ക്കും അടിപൊളിയായിട്ടാണ് ഈ പ്ലാന്റർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ സെറ്റാക്കി, അപ്പോൾ ഇതേപോലെ നമ്മൾ സെറ്റാക്കിയിട്ട് കാണുമ്പോൾ ഒരു നിലവിളക്കിൻ്റെ ഒരു ലുക്കൊക്കെ ഉണ്ടെങ്കിലും ഇത് പ്ലാസ്റ്റിക്കാണ്, ആരും തിരിവെച്ച് കത്തിക്കരുത്. നമുക്ക് പൊന്നാങ്കണ്ണി നടാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആണ് കേട്ടോ, നല്ല അടിപൊളിയായിട്ടാണ് സെറ്റായിട്ട് വന്നുള്ളത്. ഇനി നമ്മളിത് പോട്ടി മിക്സ് തയ്യാറാക്കണം. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കരിയില കമ്പോസ്റ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അതും പിന്നെ കരിയില കമ്പോസ്റ്റ് നമ്മുടെ ചാക്കിലെപ്പോഴും ഓരോ ചാക്ക് സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇലകൾ അങ്ങനെ അധികം ദ്രവിച്ചു തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലത്തെ ഇലകളും എല്ലാ കമ്പ് പോലെയുള്ള സാധനങ്ങളൊക്കെ മാറ്റി, പിന്നെ ഒരു ചിരട്ട നിറച്ചും ചാണകപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അതെടുത്തു. പിന്നെ നമ്മുടെ വെജിറ്റബിൾ കമ്പോസ്റ്റ്, ഓർഗാനിക് കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ നിന്നൊരു പിടി എടുത്തിട്ട് പിന്നെ നല്ല ചുമന്ന മണ്ണും കൂടി ചേർത്ത് മിക്സ് ആക്കിയിട്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ചകിരിയും സംഭവങ്ങളൊന്നും ചേർക്കണില്ല, കാരണം അതൊന്നും ചേർത്താൽ നമ്മുടെ ആ ഒരു സ്പേസ് ഇല്ല നമ്മുടെ ആ ഒരു മൂടിക്ക്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ ഈ ഒരു പോട്ടി മിക്സാണ് ഇട്ട് അതിലിട്ട് കൊടുക്കണം. അപ്പം നല്ല അത്യാവശ്യത്തിനുള്ള വളങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ മണ്ണൊക്കെ നിറച്ച് പോട്ടി മിക്സൊക്കെ നിറച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പൊന്നാങ്കണ്ണി നട്ടു കൊടുക്കാം കേട്ടോ. പൊന്നാങ്കണ്ണി ചീര കണ്ണിന് അത്യുത്തമം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ചീര ഒരു മികച്ച ഔഷധമാണ് കേട്ടോ. ഇത് കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും ശരീരത്തിന് തണുപ്പ് നൽകാനും കരൾ രോഗത്തിനും ദഹനത്തിനൊക്കെ സഹായിക്കും. ഇത് പിത്തദോഷത്തെ ശമിപ്പിക്കാനും വിഷാംശങ്ങൾ നീക്കം ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ചർമ്മരോഗങ്ങൾക്കും ഇത് നല്ലതാണ് കേട്ടോ. മലയാളികളെ അപേക്ഷിച്ച് തമിഴന്മാരാണ് ഈ ചീര കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പൊന്നാങ്കണ്ണി ചീരയിൽ സ്വർണ്ണം അടങ്ങിയിട്ടുണ്ട്. ഇത് നിറം തെളിയാനും ഓജസ്സും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനൊക്കെ ഫലപ്രദമാണ്. പൊന്നാങ്കണ്ണി ചീര കഴിച്ചാൽ ദോഷങ്ങളില്ലാതെ സ്വർണ്ണാംശം ശരീരത്തിന് ലഭിക്കും. കഫം ശമിപ്പിക്കാനും അതുപോലെ ആസ്മ ശമിപ്പിക്കാനൊക്കെ നല്ലതാണ്. പൊന്നാങ്കണ്ണിയുടെ വേര് ചെറിയ കഷ്ണമെടുത്തിട്ട് ശുദ്ധജലത്തിൽ മുക്കി ഓരോ തുള്ളി വീതം കണ്ണിലിറ്റിക്കുന്നത് നേത്രരോഗങ്ങൾ ശമിക്കാനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനൊക്കെ ഉത്തമമാണ് കേട്ടോ. ചർമ്മത്തിലെ ചൊറിച്ചിൽ, മറ്റ് അസ്വസ്ഥതകൾ എന്നിവ കുറക്കാനും ഇതിൻ്റെ ഇലകൾ ഉപയോഗിക്കുന്നുണ്ട്. കാഴ്ചക്കുറവ് മാത്രമല്ല നിശാന്തത, മാലക്കണ്ണ് മുതലായവയും മാറ്റും. ഈ ചീര തോരനായും സൂപ്പായും ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ടവർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷമല്ല 10 വർഷം വരെ നമുക്ക് എപ്പോഴും ആഴ്ചയിൽ 1, 2, 3 വട്ടം വിളവെടുക്കാൻ പറ്റും കേട്ടോ പൊന്നാങ്കണ്ണി. അപ്പോൾ ഞാനിതാ ഇവിടെ തെർമോക്കോളിൽ പൊന്നാങ്കണ്ണി ചീര നട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് തണ്ട് മൂക്കുമ്പോഴത്തേനും നമ്മൾ കിള്ളി എടുക്കണം കേട്ടോ. തണ്ട് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഇല മാത്രം എടുത്തിട്ട് ഉപ്പേരി വെക്കാൻ പറ്റുള്ളൂ. നല്ല തളിര് തണ്ടാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിള്ളി എടുത്തിട്ട് നല്ല ടേസ്റ്റായിട്ട് തോരനായിട്ടോ അല്ലെങ്കിൽ ഉള്ളി മുളകിട്ടിട്ടൊക്കെ വെക്കാം കേട്ടോ ഈ പൊന്നാങ്കണ്ണി ചീര. അപ്പോൾ ഇത് പറയാം എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ്, നല്ല ഇങ്ങനെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് നട്ടുപിടിപ്പിക്കുക, എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചിട്ട് നട്ടുപിടിപ്പിക്കുക. അപ്പോൾ ഞാനിതാ ബക്കറ്റിലും സൈഡായിട്ട് ഓരോ പച്ചക്കറിയുടെ കൂടെ സൈഡായിട്ട്